Hi friends, I am Chef Suresh Nair from Lulu Hypermarket Bar. This is a chicken tikka. Variety of chicken tikka. Chukandar Chicken tikka. Beetroot chicken tikka. We can easy to pan lo, fry pan lo, tawai lo, oven lo, easy to chicken tikka. Variety of chicken tikka. ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി 1 കിലോ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ വളരെ ക്യൂബായിട്ട് കട്ട് ചെയ്ത പീസ് 1 കിലോ. പിന്നെ വേണ്ടത് കൊറിയാണ്ടർ ലീവ്സ്, ഗ്രീൻ ചില്ലി, യോഗാർട്ടാണ് മെയിനായിട്ട് വേണ്ടത്. യോഗാർട്ട്, കാഷ്നട്ട് പേസ്റ്റ്, ചീസ്, ക്രീം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കസൂരി മെത്തി, മസ്റ്റാർഡ് ഓയിൽ, വൈറ്റ് പെപ്പർ പൗഡർ, ഗരം മസാല. പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഒരു ഹാഫ് ബീട്രൂട്ട് മതിയാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടി 1 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്ന പ്രിപ്പറേഷൻ ടൈമിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ട 1 കിലോ ചിക്കനിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് സാൾട്ടും ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുന്നു. മാരിനേറ്റ് ചെയ്തൊന്ന് അതവിടെ സൈഡിലിരിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു ബൗളിൽ നമുക്കിതിൻ്റെ ഒരു മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. മസാലയ്ക്ക് വേണ്ടി 1/2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൈര് നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൻ്റെ വെള്ളം ഒരു തുണിയിൽ കെട്ടി വെച്ച് കുറച്ച് നേരം ഒന്ന് വച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റ് അങ്ങ് പോവും. അപ്പോൾ തൈര് ഇത്രയും മാക്സിമം കട്ടിയായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മസാല ലൂസായി പോവും. അപ്പോൾ ഒരു മസാല ചിക്കനിലോട്ട് പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തൈര് എടുത്തിട്ടുണ്ട്. തൈരിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട് പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്യുന്നു. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ക്രീമാണ്. ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് ഗ്രീൻ ചില്ലി. നമുക്ക് സ്പൈസിക്ക് അനുസരിച്ച് എത്രയാണോ ഒരു ചിക്കൻ്റെ സ്പൈസി എത്രയാണോ വേണ്ടത്, സ്പൈസി ഇഷ്ടപ്പെടുന്നവർ കൂടുതലിടാം. ഞാനൊരു 5 ഗ്രീൻ ചില്ലി വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കൊറിയാണ്ടർ ലീവ്സാണ്, ഫൈനായിട്ട് ചോപ്പ് ചെയ്ത കൊറിയാണ്ടർ ലീവ്സ്. പിന്നെ വേണ്ടത് കസൂരി മെത്തിയാണ്. കസൂരി മെത്തി ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരുമിയാൽ മതി. ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക കസൂരി മെത്തി. കസൂരി മെത്തിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെയാണ്. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഇലാച്ചി പൗഡർ ഇട്ട് കൊടുക്കുക. ഏലക്ക പൗഡർ ഇട്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് സാൾട്ട് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് സാൾട്ട് നോക്കിയിട്ട് ചിക്കനിൽ ഓൾറെഡി സാൾട്ട് ഉണ്ട്. ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മസ്റ്റാർഡ് ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് ഓയിലേക്ക് ഇടുന്നു. പിന്നെ വേണ്ടത് വൈറ്റ് പെപ്പർ പൗഡർ, ഗരം മസാല. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബീട്രൂട്ട്, ഒരു ഹാഫ് ബീട്രൂട്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ വലിയ പീസ് ആവരുത്, ചെറിയ പീസായിട്ട് ഗ്രേറ്ററിൻ്റെ ചെറിയ ബ്ലേഡ് വരുന്ന പീസ് കൊണ്ട് മാത്രം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിടുക. ബീട്രൂട്ടിൻ്റെ ഒരു കളർ നോക്കി അതൊരു ചിക്കനിലൊന്ന് ഈ ചിക്കൻ, യോഗാർട്ട്, ക്രീം, കാഷ്നട്ട് പേസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു പിങ്ക് കളർ കിട്ടുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് ഈ സാധനം. ഇനി ഇതിന് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ ഈ ഒരു മസാല ഇട്ട് ഇതിനൊന്ന് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു 2-3 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. കാരണം നല്ല ചിക്കനിൽ ആ മസാലയെല്ലാം പിടിച്ച് സ്പൈസിയൊക്കെ പിടിച്ച് നല്ല ഒരു ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര നേരം വേണോ മാരിനേറ്റ്, ഒരു ദിവസം ഫുള്ള് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാലും അത്രയും നല്ലത് തന്നെ. എന്നാലും മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ആ ചിക്കൻ നല്ല രീതിയിൽ ഒരു ടേസ്റ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വയ്ക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചീസ് ഒരു 2-3 ടേബിൾ സ്പൂൺ ചീസ്, ഗ്രേറ്റ് ചെയ്ത ചീസോ അല്ലെങ്കിൽ ചെഡ്ഡാർ ചീസ് ഗ്രേറ്റ് ചെയ്തോ ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ചീസൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ ഒന്ന് മിക്സായിട്ട് ഇരിക്കൊണ്ട് നല്ല പിങ്ക് കളറിൽ ആ ചിക്കൻ കാണാൻ നമുക്ക് ചിക്കൻ നല്ല പിങ്ക് കളറിൽ റെഡി ആയിരിക്കുന്നുണ്ട്. അത്യാവശ്യം സ്പൈസി ഉണ്ട്. പെപ്പറും ആഡ് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ചില്ലിയും ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് പാനിലിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്കിത് വേണമെങ്കിൽ ഒരു ഓവനിലോ, വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലോ കുക്ക് ചെയ്തെടുക്കാം. ഓയിൽ ജസ്റ്റ് ഒന്ന് ഓവനിലൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്യേ വേണ്ടിയുള്ളൂ. പിന്നെ വേണ്ടത് തന്തൂരി ഉണ്ടെങ്കിൽ തന്തൂരിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചാർക്കോളിൽ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളെ അത് സൗകര്യത്തിനും ഇതിനും അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനൊന്ന് പാനിലിട്ടൊന്ന് ഞാൻ ഒന്ന് കുക്ക് ചെയ്യുന്നു. ഇത് നമ്മൾ ഈസി വേ ആണ്, നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഒരു പാനിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു ഭാഗം ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചു അതിൻ്റെ മറു സൈഡും കൂടെ ഒന്ന് കുക്കാവട്ടെ. കുക്കായി കഴിയുമ്പോഴത്തേക്കും നമ്മളെ ബീട്രൂട്ട് ചിക്കൻ ടിക്ക റെഡിയാവും. ഗംഭീര ടേസ്റ്റാണ് ഈ സാധനത്തിന്. വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവർ ആയതുകൊണ്ട് ഫ്ലേവറും നല്ലൊരു ഫ്ലേവറുമാണ്, അത്യാവശ്യം സ്പൈസിയാണ്.
അപ്പോൾ മറിച്ചിട്ട് അതിൻ്റെ ചിക്കൻ ടിക്ക മറു സൈഡും കുക്കായിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ചിക്കൻ ടിക്ക കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പ്ലേറ്റ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കുക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്ക് പാനിൽ 2 സൈഡ് കൊണ്ട് ചിക്കൻ ബോൺലെസ് ചിക്കൻ ആയിട്ട് പെട്ടെന്ന് കുക്കായി വരികയും ചെയ്യും. അപ്പോൾ ഇതിന് നമുക്കത് ചിക്കൻ ടിക്ക, നമ്മളെ ചുക്കന്തർ ചിക്കൻ ടിക്ക, അതായത് ബീട്രൂട്ട് ഫ്ലേവർ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് ഗ്രീൻ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ സൂപ്പറായിട്ട്. ഗ്രീൻ ചട്നി മല്ലിയില, പുതിനയില, ലൈം, ഗ്രീൻ ചില്ലി, ആവശ്യത്തിന് സാൾട്ട് ഇട്ട് ആ ഒരു ഗ്രീൻ ചട്നി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ടിക്കയുടെ പുറത്ത് ചെറുതായിട്ടൊരു ലൈം ജ്യൂസ് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ചാട്ട് മസാല ഇട്ട് ഇതിനെ കഴിക്കാവുന്നതാണ്. വളരെ ഗംഭീര ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.